വോട്ടർ പട്ടിക ക്രമക്കേടിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ലെന്ന് വ്യക്തമാക്കിയ പോലീസ് ടി.എൻ. പ്രതാപന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം അവസാനിപ്പിച്ചു. കോടതിയെ സമീപിക്കുമെന്ന് ടി.എൻ. പ്രതാപൻ പറഞ്ഞു. സുരേഷ് ഗോപിയും കുടുംബവും വ്യാജ സത്യവാങ്മൂലം നൽകി തൃശൂരിൽ വോട്ട് ചേർത്തെന്നും ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ടി.എൻ. പ്രതാപൻ പോലീസിനെ സമീപിച്ചത്. തൃശൂർ ACPയുടെ ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കേസെടുക്കാനാവില്ലെന്ന് വ്യക്തമാക്കി അന്വേഷണം അവസാനിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട രേഖകൾ പൂർണ്ണമായും കിട്ടിയില്ല. നിലവിൽ ലഭ്യമായ രേഖകൾ വെച്ച് കേസെടുക്കാനാവില്ല. വ്യാജരേഖ ചമച്ചതിന് കേസെടുക്കണമെങ്കിൽ വരണാധികാരി പരാതി നൽകണമെന്നുമാണ് പോലീസിന്റെ ന്യായം. അന്വേഷണത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയോ കുടുംബാംഗങ്ങളുടെയോ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ഈ നടപടി തെറ്റാണെന്നും തൃശൂരിൽ BJP CPM ഡീലുണ്ടെന്നും ടി.എൻ. പ്രതാപൻ ആരോപിച്ചു. പോലീസ് ഇങ്ങനെ തീരുമാനമെടുക്കുകയാണെങ്കിൽ അവസാന നിയമ പോരാട്ടത്തിന് ഞാൻ തയ്യാറെടുക്കുകയാണ്. ഞാൻ കോടതിയെ സമീപിക്കും. ഇനി പോലീസ് കേസെടുക്കാത്തതിന് സംശയം, അത് പോലീസിനകത്ത് BJP ഫ്രാക്ഷനുണ്ട്. പോലീസിനകത്ത് സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി സഹായിച്ച IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്. കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ആഗ്രഹങ്ങളെയാണ് ഇവർ ഈ കള്ളത്തരത്തിൽ വോട്ട് ചേർത്ത് അട്ടിമറിച്ചത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയ ടി.എൻ. പ്രതാപൻ നിയമ നടപടികൾക്കായുള്ള ചർച്ച തുടങ്ങി. നേരത്തെ സുരേഷ് ഗോപി സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് രേഖകൾ നൽകണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം അനിൽ അക്കര നൽകിയ അപേക്ഷ തെരഞ്ഞെടുപ്പ് ഓഫീസർ തള്ളിയിരുന്നു. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.